മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ വരുന്ന 10-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഇഡി. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2ാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണെന്ന്. ഇത് 3ാം തവണയാണ് രവീന്ദ്രന് ഇഡിയുടെ നോട്ടീസ്. സ്വപ്ന സുരേഷും സരിത്തും കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയിൽ ഡോളർ കടത്തിൽ ചില വൻ സ്രാവുകൾക്ക് പങ്കുണ്ടെന്നും സ്വപ്നയും സരിത്തുമെല്ലാം അവരുടെ ആയുധങ്ങളാണെന്നുമുള്ള പരാമർശം കോടതി നടത്തിയതിന് പിന്നാലെയാണ് രവീന്ദ്രന്റെ ഈ ചോദ്യം ചെയ്യൽ. CM രവീന്ദ്രൻ അന്വേഷണ ഏജൻസികൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്, അതോ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം? സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നു. നമ്മോടൊപ്പം അതിഥികളായി CPM നേതാവ് ഡോക്ടർ VPB മുസ്തഫ, NK പ്രേമചന്ദ്രൻ MP, BJP വക്താവ് ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ. ആദ്യം ജയചന്ദ്രൻ മാസ്റ്ററിലേക്ക്. ജയചന്ദ്രൻ മാസ്റ്റർ, ഈ അന്വേഷണ ഏജൻസികളുടെ സംയോജിത അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ചില കാര്യങ്ങളുണ്ട് എന്ന് CPM ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചിരുന്നു, പ്രത്യേകിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചതിന് ശേഷം. അതിന് കുറെ കൂടി ബലം പകരുന്നതാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാനുള്ള ഇഡിയുടെ നോട്ടീസ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? അല്ല, ED രവീന്ദ്രനെ തെരഞ്ഞെടുപ്പ് ദിവസം നോക്കി വിളിച്ചതല്ലല്ലോ. 2 തവണ അദ്ദേഹത്തിന് അവസരം കൊടുത്തു. മാത്രമല്ല, അദ്ദേഹത്തെ ഒരു സുപ്രഭാതത്തിൽ ഒരു സ്വപ്നം കണ്ട രൂപത്തിൽ വിളിച്ചു വരുത്തുന്നതുമല്ലല്ലോ. നമുക്കറിയാം, കേരളത്തിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തന്നെ ആവശ്യപ്രകാരം കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ വന്നു. അവർ വളരെ ആസൂത്രിതമായി പഴുതടച്ച അന്വേഷണങ്ങൾ തുടങ്ങിയപ്പോൾ സരിതയിൽ കിട്ടിയ ചില മൊഴികൾ, അതിന്റെ സാധുത, സ്വപ്നയിൽ നിന്നും കിട്ടിയ ചില മൊഴികൾ, അതിന്റെ സാധുതകളുടെ പരിശോധന, പിന്നീട് അതിലെ വസ്തുതകളുടെ സ്ഥിരീകരണം, അതുവഴി വീണ്ടും ഉണ്ടായിരിക്കുന്ന മൊഴികൾ, രണ്ടുപേരെയും കൂട്ടിയും വെവ്വേറെയുമുള്ള ചോദ്യം ചെയ്യൽ, ഇങ്ങനെ ക്രമാനുഗതമായി വളർന്ന് വികസിച്ചു വന്നത് അവസാനം എത്തിയതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്. മാത്രമല്ല, ഒരർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ ആശയക്കുഴപ്പത്തിലെത്തിയോ ഈ സംഭവ വികാസങ്ങൾ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു അന്വേഷണം ശരിയായ പാതയിലാണ്, അന്വേഷണത്തിൽ സംശയിക്കത്തക്കതൊന്നുമില്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരെ വേണമെങ്കിൽ വിളിച്ചു വരുത്താം, മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ വഴങ്ങി അദ്ദേഹം ചില നിലപാടുകൾ എടുത്തു എന്നല്ലാതെ അതേസമയത്ത് പാർട്ടിക്കകത്ത് വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് വേണ്ടതുപോലെയുണ്ടോ, പാർട്ടി തന്നെയാണോ നിയന്ത്രിക്കുന്നത്? അത്തരം നിയന്ത്രിക്കുന്ന ആളുകൾ അത് ഉപ്പ് നിന്നവൻ വെള്ളം കുടിച്ചാൽ പോരേ തരത്തിലുള്ള ചില പരാമർശങ്ങളുണ്ടായി. അതിന് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, അന്വേഷണം യഥാർത്ഥ പാതയിലേക്ക് എപ്പോഴൊക്കെ തിരിയുമ്പോഴും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും നിയമജ്ഞന്മാരെയും ഒക്കെ ആ കാടടച്ച് വെടിവെക്കുന്നത് സ്വാഭാവികമാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ചില വസ്തുതകളും നമ്മുടെ മുമ്പിലുണ്ട്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അഭ്യസ്തവിദ്യരായ നിരവധി, പ്രത്യേകിച്ച് പ്രൊഫഷണൽസ് പോലും തൊഴിലില്ലാതെ അലയുന്ന കേരളത്തിൽ 10ാം തരം പോലും പാസ്സായിട്ടില്ലാത്ത, ഇന്നലെ വരെ ഒരു ഗതിയുമില്ലാതെ നടന്നിരുന്ന ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ചേരുകയും കലക്ടർമാർക്കൊക്കെ കിട്ടുന്നതിലപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മുടെ ലഭ്യമായ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തുറന്നു പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രിൻസിപ്പൽ CPMന്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രൻ ഒരു 40 വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ കുടുംബപരമായുള്ള അദ്ദേഹത്തിന്റെ ആസ്തികളെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് വടകരയിൽ, ഓർക്കാട്ടിയിൽ, ഒഞ്ചിയത്തൊക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് കുറഞ്ഞ കാലഘട്ടങ്ങളിലുള്ളത് സ്ഫോടനാത്മകമായ, അത്ഭുതാവഹമായ ചില പുരോഗതി ഉണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വളരെ ഗണ്യമായ വർധനവുണ്ടായിരിക്കുന്നു. ഇതിന്റെ സ്രോതസ് എവിടെയാണ്? അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന വസ്തുതകളുമായിട്ട്, സ്വപ്നയും പറഞ്ഞിരിക്കുന്ന മൊഴികളുമായിട്ട് ഇത് ഒത്തുപോകുന്നുണ്ടോ? അദ്ദേഹത്തിന് നോക്കൂ ജയചന്ദ്രൻ മാസ്റ്റർ, ഈ CPM പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം, സ്വർണ്ണക്കടത്ത് കേസ് എന്തായി? സ്വർണം എവിടെ നിന്ന് കടത്തി, ആര് കടത്തി, ആർക്ക് വേണ്ടി, ഏത് തീവ്രവാദ സംഘടനകൾക്ക് ഫണ്ട് ചെയ്യാൻ വേണ്ടി? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഡോളർ കടത്തിൽ വൻസ്രാവുകളുണ്ട് എന്ന കോടതിയുടെ ഒരു പരാമർശമാണ്. അതായത് സ്വർണ്ണക്കടത്ത് അവിടെ നിന്നു, ഇനി ഡോളർ കടത്തിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് അന്വേഷണം എവിടെ എത്തിയെന്ന ചോദ്യം പ്രസക്തമല്ലേ? അല്ല, അതെനിക്ക് തോന്നുന്നത് EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണത്തെക്കുറിച്ച് കേരളത്തിന്റെ ഒരു അജ്ഞതയാവാം. ഒരുപക്ഷെ ആ തരത്തിൽ അജ്ഞത എന്ന വാക്ക് ഞാൻ പ്രയോഗിക്കുന്നില്ല, കേരളത്തിന് ഒരുപക്ഷെ പരിചിതമല്ലാത്തത് കൊണ്ടാവാം ആ ചോദ്യം നമ്മൾ ഉന്നയിക്കുന്നത്. ED എന്ന് പറയുന്നത് നമുക്കറിയാം, കേരളം പോലെ ശരാശരിയിൽ കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ വളരെ കൃത്യമായ പഴുതടച്ച, യാതൊരു തരത്തിലും മറ്റുള്ള തരത്തിലേക്കുള്ള സംശയങ്ങൾ കിടനൽകാത്ത വിധത്തിലുള്ള ഒരു അന്വേഷണമാണ് EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും ചരിത്രം എന്ന് പറയുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് ഉപേക്ഷിച്ചു എന്ന് ആരാണ് പറഞ്ഞത്? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിനകത്തുള്ള ചില പ്രതിഫലങ്ങൾ ഡോളറിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്ന അന്വേഷണത്തിൽ എത്തിയിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കോടതി തന്നെ നമുക്കറിയാം, പലപ്പോഴും കോടതി അനുകൂലമായും പ്രതികൂലമായും, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഈ അന്വേഷണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ഇനി അതല്ല, വഴിതെറ്റുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ അന്വേഷണമൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ ആവണം, 3 മാസം കൂടുമ്പോൾ ചെയ്യണം എന്ന് പറയുന്നത് പഴുതടച്ച്
കുറ്റമറ്റ രൂപത്തിലേക്ക് ഈ അന്വേഷണം പോകണം എന്നതിന്റെ ഉത്തരവാദിത്തപരമായ കോടതിയുടെയും അന്വേഷണ നോക്കൂ ഏജൻസിയുടെയും ജയേന്ദ്രൻ മാസ്റ്റർ, ഇവിടെ ഇതിൽ പുതുതായിട്ടുള്ള വഴിത്തിരിവൊന്നുമില്ല, പുതുതായി കണ്ടെത്തലൊന്നുമില്ല. അതായത് കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ ശിവശങ്കറിന്റെ അഭിഭാഷകൻ വാദിച്ചത് ഈ സ്വപ്ന സുരേഷും ശിവശങ്കറുമായി ബന്ധിപ്പിക്കുന്ന മെറ്റീരിയൽ എവിഡൻസ് കിട്ടിയിട്ടില്ല എന്നാണ്. മെറ്റീരിയൽ എവിഡൻസ് സീൽ വെച്ച കവറിലുണ്ടെന്ന് കസ്റ്റംസിന് വേണ്ടി ഇഡിക്കും വേണ്ടി ഹാജരാകുന്നവർ പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഡോളർ കടത്ത് കേസിലേക്ക് അന്വേഷണം പോകുന്നത് തന്നെ സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴി, കസ്റ്റംസ് നൽകിയ രഹസ്യമൊഴിയാണ്. അതായത് പലവട്ടം രഹസ്യമൊഴികൾ നൽകിയിട്ടുണ്ട്, പലവട്ടം ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുണ്ട്. അന്നൊന്നും ശിവശങ്കറിനെതിരെയോ മറ്റാർക്കെങ്കിലും എതിരെയോ മൊഴി നൽകാത്ത സ്വപ്ന സുരേഷ് ഇപ്പോൾ കൊടുക്കുന്ന മൊഴിയിലാണ് വൻസ്രാവുകളുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അല്ല, അത് തന്നെയാണ് ഇതിന്റെ ഉത്തരവും എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. കാരണം ഈ കേസ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള പ്രതികൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല. IAS ഉദ്യോഗസ്ഥന്മാർ, നിയമജ്ഞന്മാർ, കേരളത്തിൽ ഇത്തരം കേസുകൾ നടത്തി തഴക്കവും പഴക്കവും പയറ്റി തെളിഞ്ഞവർ, അവരൊക്കെ തെളിവുകൾ അവശേഷിപ്പിക്കാതെ കൃത്യമായി ആസൂത്രണം നടത്തിയ അനുഭവമുള്ളവരാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വപ്ന ആദ്യഘട്ടത്തിൽ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വപ്നയുടെ രഹസ്യമൊഴിയെക്കുറിച്ച് സ്വപ്ന, എന്റെ ജീവന് പോലും ഇപ്പൊ ഭീഷണിയുണ്ട്, ഇത്തരം ഒരു മൊഴി നൽകുമ്പോൾ നാളെ ഞാൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമോ എന്ന ആശങ്ക എനിക്കുണ്ട്. ആദ്യഘട്ടത്തിൽ ഞാൻ അതുകൊണ്ട് പലരെയും സംരക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു, പലരും എന്നെ സംരക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകി. ഞാൻ കേരളം വിടാമെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു IAS ഓഫീസറുടെ ഉപദേശപ്രകാരമാണ് ഞാൻ കേരളം വിട്ടത്. പിന്നീട് കീഴടങ്ങാനും അവർ തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? ഇത് നമ്മൾ കേരളത്തിലെ ഒരു അടക്കാമോഷണ കേസ് പോലെയോ ഒരു നിസ്സാരമായ ഒരു കളവ് കേസിനെ പോലെയുള്ളതല്ല. വളരെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന, വർഷങ്ങളായി കേരളത്തിൽ വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഭരണസിരാകേന്ദ്രങ്ങളിലെ വളരെ ഉന്നതരായ ആളുകൾക്ക് പോലും കൃത്യമായ പങ്കും ഇടവുമുള്ള, അത് കക്കാനും ഒളിപ്പിക്കാനും കഴിവുള്ള ആളുകളാണ് അതിന്റെ പുറകിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ED ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പേഴ്സണൽ അസിസ്റ്റന്റിനെ വിളിച്ചതിൽ ഒറ്റ കാര്യമല്ലേ ഉള്ളൂ, അദ്ദേഹത്തെക്കുറിച്ച് പരാമർശം വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആസ്തികളിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു. വടകര, കണ്ണൂര്, തലശ്ശേരി, ഒഞ്ചിയം, ഓർക്കാട്ടേരി പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 24ഓളം സ്ഥാപനങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് പരിശീലനം ഉണ്ടായിരിക്കുന്നു. ഇതിൽ ഇപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം ഡൽഹിയിലെ ഏജൻസി അന്വേഷിച്ച് കേരളത്തിലെ കൊച്ചി യൂണിറ്റിനെ ഏൽപ്പിച്ചു, കൊച്ചി അത് കോഴിക്കോട് യൂണിറ്റിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമാണത്. നേരിട്ട് അവർ വന്ന് അന്വേഷിക്കുകയല്ല. ഏതാണ്ട് 24 കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചതിൽ 12 കേന്ദ്രങ്ങൾ, അതിൽ ഇലക്ട്രോണിക് സെന്ററുകളുണ്ട്, മൊബൈൽ ഫോൺ ശാലകളുണ്ട്, വസ്ത്രാലയങ്ങളുണ്ട്, ജ്വല്ലറികളുണ്ട്, ഈ തരത്തിലുള്ള വിവിധങ്ങളായ എത്ര ഏജൻസികൾ അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ വരുമാനത്തിനനുസരിച്ച സമ്പത്താണ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് കോവിഡാണ്. ഏത് ആശുപത്രിയാണ് അദ്ദേഹത്തെ കോവിഡ് പരിശോധിച്ചത് എന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവർ ആരെയും ക്വാറന്റൈനിൽ പോയതായിട്ടോ പോസിറ്റീവ് പരിശോധന നടത്തിയിട്ടോ നമുക്കറിയില്ല. രണ്ടാമത് അദ്ദേഹത്തെ വിളിപ്പിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, അതിൽ ഞാൻ പരത്തി പറയുകയില്ല, എന്തിന് അദ്ദേഹം ഇത്തരത്തിലൊരു ഒളിച്ചുകളി നടത്തണം? ഇപ്പൊ അവസാനം പറയുന്നു പാർട്ടി തന്നെ ഇത്തരത്തിലൂടെ നിങ്ങൾ നീങ്ങുന്നത് പാർട്ടിയുടെ അവധി ഉണ്ടാക്കും, അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഹാജരാവണം. ഇതല്ലാതെ EDയെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, എല്ലാവരെയും പിടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചാൽ മതി, മടിയിൽ കനമുള്ളവൻ ഭയന്നാൽ മതി. വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഇതിന്റെ പുറകിലുള്ള കൃത്യമായ യഥാർത്ഥ പ്രതികളെ അന്വേഷിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സെൻട്രൽ ഏജൻസികളുടെ ലക്ഷ്യം. ഒരു നിരപരാധിയെയും ക്രൂശിക്കണമെന്നോ ഒരാളെയും ബുദ്ധിമുട്ടിക്കണമെന്നോ ഉള്ള ആവശ്യം നമ്മുടെ മുമ്പിലില്ല. ആ തരത്തിൽ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ്. ഡോളർ കടത്തൊരു വലിയ പ്രശ്നമായിരിക്കാം, വലിയൊരു കുറ്റമാണ് എങ്കിൽ സ്വർണ്ണക്കടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? പുരോഗതി എന്താണ്? ആരാണ് അയച്ചത്? ആ പ്രതികളെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയോ? ഇനി ആർക്ക് വേണ്ടിയാണ് ഈ സ്വർണം പോയത്? അവരെ കണ്ടെത്തിയോ? ആ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണ്ടേ? അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ഈ റിവേഴ്സ് ഹവാല എന്നൊക്കെ പറയാവുന്ന ഡോളർ കടത്തിലേക്ക് തിരിയാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഒറ്റപ്പെട്ട വസ്തുതയല്ല. അതിന്റെ പുറകിൽ വളരെ കൃത്യമായി വർഷങ്ങളായി തുടർന്നു പോയതിൽ ആസൂത്രണങ്ങളുണ്ട്. അതിന്റെ ഫലമായിട്ട് അതിനനുബന്ധ മേഖലകളിലേക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ കൈപ്പറ്റിയവരുണ്ട്, അത് മറ്റു പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതകൾ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിലുള്ള വിശാലമായ ക്യാൻവാസിലേക്ക് ഇത് പോകണം. അതുകൊണ്ട് ഇത് സംസ്ഥാനത്തിന് മാത്രം അന്വേഷിച്ചുകൊണ്ട് കണ്ടെത്താൻ സാധിക്കില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഇതിന് സഹായം ഉണ്ടാകണം. സംസ്ഥാനത്തിന് അന്വേഷിക്കാനുള്ള എന്ത് സ്കോപ്പാണുള്ളത്? അല്ല, അതുകൊണ്ടാവാം. ഏതായാലും കേന്ദ്രം അന്വേഷിക്കണമെന്ന് പറഞ്ഞു. കേന്ദ്രം ഇപ്പോൾ ആരെയും ഇപ്പൊ 2 പേരെ മാത്രം പ്രധാനപ്പെട്ട കുറെ ആളുകളെയാണ് പിടിച്ചിരിക്കുന്നത്. അതിന്റെ പേര് നമുക്കറിയാം. ഇത്തരം ആളുകളൊക്കെ തന്നെ സമൂഹത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ദ്രുതഗതിയിലുണ്ടായിരുന്ന വളർച്ചയെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ട്.
ഇവരേത് തരത്തിലാണ്? ഇനി ഇവർക്ക് ഇത്തരത്തിൽ സമ്പാദ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് നിയമാനുസൃതമാണോ? അത് നികുതി അടച്ചിട്ടുണ്ടോ? അവരുടെ ഇൻകത്തിന് പരിധിയുണ്ടോ? അവരെ ഇൻകം നേരായ വഴിയിലൂടെയാണോ? അതല്ല, ഇത്ര ദ്രുതഗതിയിലുണ്ടായ വളർച്ച എന്താണ് എന്ന് ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ ഇതിനകത്തുള്ള നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഗഹനമായി എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അനുബന്ധമായി വളർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്തുണ്ടായ ചില ഏജൻസികളാണ്. ആ ഏജൻസികളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അന്വേഷിക്കുക എന്നുള്ളത് കേന്ദ്രത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇത് അനിവാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ജയേന്ദ്രൻ മാസ്റ്റർ, മടങ്ങി വരാം. എൻ കെ പ്രേമേന്ദ്രൻ എം പി കൂടി ചേരുന്നു. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, കോടതി കഴിഞ്ഞ ദിവസം എം ശിവശങ്കറുടെ കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡോളർ കടത്തിൽ, ഡോളർ എന്ന് തന്നെയല്ല വിദേശ നാണ്യം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷും സരിത്തും നൽകിയ രഹസ്യമൊഴി അനുസരിച്ച് അതിൽ വൻസ്രാവുകളുണ്ട്. ആ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്, വൻസ്രാവുകളുണ്ട് എന്ന് മാത്രമല്ല, അവരുടെ സോളം ഡ്യൂട്ടി ദുരുപയോഗം ചെയ്തു. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയ ആളുകളെ കുറിച്ചാണല്ലോ, മിക്കവാറും ജനപ്രതിനിധികളെ കുറിച്ചായിരിക്കും ആ പരാമർശം. അത്തരം ആളുകൾ അവരുടെ ആ പദവി ദുരുപയോഗം ചെയ്തതിന് കൂട്ടുനിന്നു. ഒരു പക്ഷേ ഈ സ്വപ്നയും സരിത്തുമെല്ലാം അവരുടെ കയ്യിൽ ആയുധങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കോടതിയുടെ ആ പരാമർശമുള്ളത്. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം. ഈ വൻസ്രാവുകൾ ആര് എന്നൊരു ചോദ്യത്തിന് അത് പുറത്തുവിടാൻ കഴിയില്ല, അത് അത്ര രഹസ്യാത്മകമാകണം എന്നാണ്. അത്തരം വിവരങ്ങൾ, ആ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ തങ്ങളുടെ ജീവന് പോലും ഭീഷണിയുണ്ടെന്നാണ് സ്വപ്നയും സരിത്തും പറയുന്നത്. ഇത് ആരെ ലക്ഷ്യം വെച്ചാണ് ഈ മൊഴി? ഇതുവരെ കസ്റ്റംസിന് ഇങ്ങനെ മൊഴി കൊടുക്കാതിരുന്ന സ്വപ്ന ഈ അവസാന നിമിഷം ഇങ്ങനെ മൊഴി കൊടുക്കുന്നതിലൂടെ അവർ മാപ്പുസാക്ഷിയാവുകയാണോ? അങ്ങനെയാണെങ്കിൽ ഈ കേസന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന CPMന്റെ ആരോപണത്തിൽ കഴമ്പില്ലേ? നേരെ തിരിച്ചാണ് എനിക്ക് മനസ്സിലായത്. കാരണം സ്വപ്ന സുരേഷും അതുപോലെ സരിത്തും കൊടുത്തിട്ടുള്ള മൊഴി മുദ്രവെച്ച കവറിൽ വളരെ കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റ് ആയിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഏൽപ്പിച്ചത്. ആ കോടതി വായിച്ചതിന് ശേഷം, മൊഴിപ്പകർപ്പ് വായിച്ചതിന് ശേഷമുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ആ മൊഴിപ്പകർപ്പിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് വ്യക്തമായി ധാരണയില്ലാതെ ആ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ളൊരു വാക്കുണ്ട് അതിനകത്ത്. ഉന്നതാധികാര കേന്ദ്രങ്ങളുടെ ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആരാണ് ആ ഉന്നതാധികാര കേന്ദ്രങ്ങൾ? എന്തിനായി എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം ഇത് സംസ്ഥാന ഗവൺമെന്റാണ് എന്ന് മുൻകൂറായി തീരുമാനിച്ചുകൊണ്ട് CPM അസ്വസ്ഥമാകുന്നത്? എന്തിനാണ് CPMന് ഇത്രയേറെ അസഹിഷ്ണുത ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം? അപ്പൊ ഈ ഉന്നതാധികാര കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ആയിക്കൂടെ, സംസ്ഥാന ഗവൺമെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥരായിക്കൂടെ? അപ്പൊ ഈ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഫൈൻഡിങ്സ് അല്ലെങ്കിൽ മുദ്ര വെച്ച കവറിൽ ലഭ്യമായിട്ടുള്ള സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും മൊഴി, ഇനി ആ മൊഴി തന്നെ നിർബന്ധിതമായിട്ടുള്ള ശക്തി ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണോ എന്നത് പരിശോധനയ്ക്ക് വിഷയമാക്കണം. അതെല്ലാം കോടതിയുടെ വിശദമായ വിചാരണയിൽ, തെളിവെടുപ്പിനിടയിൽ വ്യക്തമാക്കപ്പെടും. അപ്പോൾ അത്തരമൊരു പ്രശ്നത്തിൽ ആരും പ്രകടിപ്പിക്കാത്ത അസഹിഷ്ണുതയും അസ്വസ്ഥതയും CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് സംശയത്തിന്റെ മുൾമുന അവരുടെ നേർക്ക് നീളുന്നതും അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും. മാത്രവുമല്ല, അവരുടെ പ്രതികരണങ്ങൾ പലതും പരിശോധിച്ച് നോക്കിയാൽ സംസ്ഥാനത്തിന്റെ ഉന്നതാധികാര കേന്ദ്രങ്ങളാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഉദാഹരണത്തിന് സ്വപ്ന സുരേഷ് പുറത്തുവിട്ടിട്ടുള്ള കോഫെപോസ കേസിൽ കോഫെപോസ നിയമം അനുസരിച്ച് കസ്റ്റഡിയിൽ കിടക്കുന്ന, ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി, ആ പ്രതിയുടെ ഒരു ശബ്ദ സന്ദേശം റെക്കോർഡ് ചെയ്ത് മാധ്യമ സംപ്രേഷണത്തിന് വേണ്ടി കൊടുക്കുന്നു. ആ മൊഴിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെന്റും CPMന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറിയും പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നു, ഇത് ഗൗരവതരമായിട്ടുള്ള വിഷയമാണ്, ഇതാണ് സംഭവിക്കുന്നത് എന്ന നിലയിൽ. അതോടൊപ്പം ഒരു ഗവൺമെന്റിന് ബാധ്യതയില്ല, അത് പറയുമ്പോൾ തന്നെ ബാധ്യതയില്ലേ അതൊന്ന് അന്വേഷിക്കാൻ? എങ്ങനെയാണ് അത്തരം കസ്റ്റോഡിയൽ പ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിന് ഇത്തരം ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് സംപ്രേഷണത്തിന് വേണ്ടി വിട്ടുകൊടുക്കാൻ എങ്ങനെ അനുവാദം കൊടുത്തു? ആരനുവാദം കൊടുത്തു? അതിന്റെ സാഹചര്യം എന്താ? അതിന്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് CPMും സംസ്ഥാന ഗവൺമെന്റുമാണ്. കാരണം അവർ മുഖ്യമന്ത്രിയെയും സംസ്ഥാന ഗവൺമെന്റിനെയും രക്ഷിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്, ശബ്ദ സന്ദേശത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾ സംശയിക്കില്ല. ആ സംശയം ദൂരീകരിക്കുന്നത് എങ്ങനെയാണ്? ആ ശബ്ദ സന്ദേശം എങ്ങനെയാണ് പുറത്തു വന്നത് എന്ന് പരിശോധിച്ചാൽ, അന്വേഷിച്ചാൽ കാര്യം പുറത്തു വരും. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നില്ല. അപ്പൊ പ്രതിക്കൂട്ടിലാരാ? CPMും ഗവൺമെന്റുമാണ്.
ഇങ്ങനെ നിങ്ങൾ ഓരോ വിഷയവും എടുക്കുക. അതുപോലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിശക്തം ഓരോ ഘട്ടത്തിലും ഓരോന്ന് പറഞ്ഞു. ആദ്യം അവരെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ദുർനടപ്പ് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള അധാർമികമായിട്ടുള്ള ചില സദാചാര വിരുദ്ധം, അതാണ് വാക്ക്, സദാചാര വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത്. ഇപ്പൊ എവിടെ നിന്ന് എത്തി നിൽക്കുന്നു? അവസാനം എത്തി നിൽക്കുന്നു. അപ്പൊ ഇവർ ഓരോ പ്രതിരോധവും ഓരോ ഘട്ടത്തിൽ കൊണ്ടുവരുമ്പോൾ ഉയർന്നു വരുന്ന സംശയങ്ങളും ദുരൂഹതകളും അവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ, അവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയാൽ അത്ഭുതപ്പെടാനില്ല, ആരെയും കുറ്റം പറയാനില്ല. അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവം. അപ്പൊ ഉന്നതാധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ED രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞ് പ്രതിരോധം സൃഷ്ടിക്കുന്നതാണോ ശരി? ഇതുപോലെ ഓരോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ 12 ബെനാമി സ്ഥാപനങ്ങളിൽ, CM രവീന്ദ്രന്റെ 12 ബെനാമി സ്ഥാപനങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടത്തി. ഞാൻ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലും അവരിപ്പോഴും പറയുന്നത് 40 വർഷക്കാലം CPM-ന്റെ മുഖ്യമന്ത്രിയുടെ, അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ, മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് 40 വർഷം അദ്ദേഹത്തിന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കാനുള്ള യോഗ്യത, ഗ്രാജുവേഷൻ പോലുമില്ല. ആ ഗ്രാജുവേഷൻ വേണമെന്നുള്ള ക്വാളിഫിക്കേഷൻ എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 40 വർഷക്കാലം സർവീസിൽ, പ്രൈവറ്റ് സർവീസ് മീൻസ് ഗവൺമെന്റ് സർവീസ് തന്നെയാണ്, പക്ഷേ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റിന്റെ ഭാഗമായി നിയോഗിതനായിട്ടുള്ള ഒരാളിന്റെ, അല്ലെങ്കിൽ ആളുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന 12 സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവർക്കെതിരായി ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് വിശദീകരിക്കാനുള്ള, യുക്തിസഹമായി വിശദീകരിക്കാനുള്ള ബാധ്യത CPM എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ VS-ന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം ഈ വൻസ്രാവുകൾ സംസ്ഥാന നേതാക്കളാണ്, അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിലിരിക്കുന്നവരാണ് എന്ന് CPM എന്തിന് ആശങ്കിക്കണമെന്ന് താങ്കളുടെ ചോദ്യം പ്രസക്തമാണ്. അതുപോലെ തന്നെ പ്രസക്തമല്ല ഇത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ആരെങ്കിലും ആണോ, ജയേന്ദ്രൻ മാസ്റ്ററുടെ പാർട്ടിയുടെ ആരെങ്കിലും ആണോ എന്നൊക്കെ സംശയിക്കാമല്ലോ. ഒന്ന്. രണ്ട്, തന്നെ മൊഴി നൽകാൻ, സംസ്ഥാന ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാകുന്ന വിധം മൊഴി നൽകാൻ അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തിയെന്ന ശബ്ദരേഖ പുറത്തു വന്നു. ആ ശബ്ദരേഖ സത്യമാണെങ്കിൽ അങ്ങനെയും ഒരു സാധ്യതയുണ്ടല്ലോ. ആ രാഷ്ട്രീയ പ്രേരിതമാവാം എന്ന CPM-ന്റെ ആരോപണം ശരിയാവുകയല്ലേ? അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് താങ്കൾ ഉപയോഗിച്ചല്ലോ, ആണെങ്കിൽ, ശരിയാണെങ്കിൽ. വളരെ കറക്റ്റാണ്. ഇപ്പോ ഇവർ പറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ, പോലീസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി മാനിപ്പുലേറ്റഡ് ആണോ എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. പോട്ടെ, ഇവർ തന്നെ പറഞ്ഞതാണെങ്കിൽ ആ പറഞ്ഞത് ശരിയാണോ എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അന്വേഷണം വരും. അപ്പോൾ ആദ്യം അവിടെ അന്വേഷിക്കേണ്ടത് എന്താണ്? ആദ്യം പ്രധാനമായും അന്വേഷിക്കേണ്ടുന്ന വിഷയം ഈ ശബ്ദ സന്ദേശത്തിന്റെ ജെനുവിനെസ്സിനെ സംബന്ധിച്ചാണ്. രണ്ടാമത് അന്വേഷിക്കേണ്ടത് ഈ ശബ്ദ സന്ദേശം എങ്ങനെ പുറത്തു വന്നു? വെസ്റ്റഡ് പാർട്ടീസ് ആണോ, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടികളാണോ ഇത് പുറത്തുവിടാൻ സഹായിച്ചത്? അത് വരുമ്പോൾ അറിയാം മോട്ടീവ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ മോട്ടീവിന്റെ അടിസ്ഥാനത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടതാണോ? ഒന്ന്. രണ്ടാമത്തേത് അന്വേഷണ പരിധിയിൽ വരേണ്ടുന്ന വിഷയം ഇത് ഇവർ പറഞ്ഞതിന്റെ കണ്ടന്റിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഞാനത് രണ്ടും സമ്മതിക്കുന്നു. അവിടെ ഇത് അന്വേഷിക്കാൻ കേരള പോലീസ് തയ്യാറല്ല. ഇതിന്റെ ബോണഫൈഡ്സ് വേണ്ടേ? ഒരു പ്രതിയുടെ ബോണഫൈഡ്സ്, അവരുടെ ഉദ്ദേശശുദ്ധി. പ്രതിയാവുമ്പോൾ എന്തും പറയും, നമുക്കെല്ലാം അറിയാം. കാരണം എന്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ സോളാർ കേസിലെ പ്രധാനപ്പെട്ട കുറ്റാരോപിതയായിട്ടുള്ള വ്യക്തി തന്നെ പിന്നീട് പറഞ്ഞ വാചകങ്ങൾ നമുക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം. ഞാൻ എൻ്റെ രക്ഷകർത്താവിനെ പോലെ ആദരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതേ നാവ് കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അതൊന്നും നിരാകരിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് സമഗ്രമായി അന്വേഷിക്കേണ്ട. എന്തുകൊണ്ട് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നില്ല? അതിന്റെ ബോണഫൈഡ്സ്, അതിന്റെ ജെനുവിനെസ് അന്വേഷിച്ച് ബോധ്യപ്പെടുത്തിയാൽ ഗൗരവതരമായ പ്രശ്നമാണ്. രണ്ടാമത് അന്വേഷിക്കേണ്ടത് അതിലെ കണ്ടന്റിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചാണ്. അതും ഗൗരവതരമാണ്. സംസ്ഥാന ഗവൺമെന്റിന് തന്നെ തീർച്ചയായും ഞങ്ങൾ അന്നത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കൂടെ നിൽക്കാം. സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനും അസ്ഥിരീകരിക്കുന്നതിനും വേണ്ടി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയെ ഉപയോഗിച്ച് അവരെ നിർബന്ധിച്ചും സ്വാധീനിച്ചും പ്രേരണ നടത്തിച്ചും മൊഴി കൊടുത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെയും സംസ്ഥാനത്തിന്റെ ഭരണത്തെയും അട്ടിമറിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ വളരെ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണത്. അപ്പൊ അങ്ങനെയുള്ളതാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിന്റെ ജെനുവിനെസ് ബോധ്യപ്പെടണം. ആ ജെനുവിനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കാൻ കേരള പോലീസ് തയ്യാറല്ല. ജയിൽ DGP ആവശ്യപ്പെട്ടിട്ടും കേരള പോലീസ് തയ്യാറല്ല. ഇതുപോലെയാണ് ഓരോ പ്രശ്നങ്ങളും.
ഇതുപോലെയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ സുതാര്യതയോടുകൂടി അന്വേഷണം നടത്തി ഗവൺമെന്റിന്റെ നിലപാട് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തിൽ ഞങ്ങൾക്ക് വഴിയിൽ കനമില്ല, വഴിയിൽ ഭയക്കേണ്ട കാര്യമില്ല എന്ന് തുടക്കത്തിൽ ആർജവത്തോടുകൂടി എടുത്ത നിലപാടിൽ നിന്ന് ബഹുദൂരം കേരളത്തിലെ ഗവൺമെന്റും ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയും പിന്നോക്കം പോയതുകൊണ്ടാണ് സംശയത്തിന്റെ മുൾമുനകൾ അവർക്ക് നേരെ തിരിയുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഉന്നതാധികാര കേന്ദ്രങ്ങളും താങ്കളിലേക്ക് ഞാൻ മടങ്ങി വരാം. ജയേന്ദ്രൻ മാസ്റ്റർ, ഈ കസ്റ്റംസിന് സ്വപ്ന സുരേഷും സരിത്തും കൊടുത്ത മൊഴി പ്രകാരം അവർ മാപ്പുസാക്ഷിയാകുമോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കസ്റ്റംസിന് കൊടുത്ത മൊഴി കസ്റ്റംസ് ആക്ട് പ്രകാരം തന്നെ തെളിവായി കോടതി പരിഗണിക്കുന്ന ഒന്നാണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഇങ്ങനെ ഒരു മൊഴി കൊടുക്കുന്നതിനെ കുറിച്ച് തന്റെ മേൽ സമ്മർദ്ദമുണ്ടായി എന്ന് അവർ പറയുന്നു. അത് കസ്റ്റംസിന് കൊടുത്ത മൊഴിയാണോ ഇനി ഇ ഡിക്ക് കൊടുത്ത മൊഴിയാണോ എന്ന് നമുക്കിപ്പോൾ വ്യക്തമല്ല. ഏതിനെക്കുറിച്ചാണ്, ഏത് ഏജൻസിയാണ് അവരുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത്? ഇ ഡിയെ കുറിച്ചാണെന്നാണ് അവരുടെ തീയതി സംബന്ധിച്ച റഫറൻസ്, ആ ശബ്ദരേഖയിലെ റഫറൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഇനി ആർക്കാണെങ്കിലും ഇങ്ങനെ ഒരു മൊഴി കൊടുക്കുന്നതിനെ കുറിച്ച് ഒരു ബാഹ്യ സമ്മർദ്ദമുണ്ടായി, അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദമുണ്ടായി എന്ന് പറയുമ്പോൾ അന്വേഷണ ഏജൻസികളും സംശയത്തിന്റെ നിഴലിലാണ്. ആ സംശയത്തിന്റെ പുകമറ ദൂരീകരിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ പ്രധാനമാണ് ഇവർക്ക് ഈ ഡോളർ കടത്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി സങ്കീർണമായ ഒരു കള്ളക്കടത്താണല്ലോ. അതിന് തീർച്ചയായിട്ടും അത് നിരീക്ഷിക്കാൻ ബാധ്യസ്ഥരായവർ കസ്റ്റംസ് ആണ്. കസ്റ്റംസിലെ ആളുകൾ അറിയാതെ സ്വർണ്ണക്കടത്തും നടക്കില്ല, ഡോളർ കടത്തും ഒന്നും നടക്കില്ല. എന്നിരിക്കെ എന്തുകൊണ്ടാണ് അന്വേഷണം കസ്റ്റംസ് ഉദ്യോഗസ്ഥരിലേക്ക് പോകാത്തത്? ഇ ഡി കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു എന്ന് ചില വാർത്തകൾ കേട്ടിരുന്നു. പക്ഷേ ഈ കസ്റ്റംസിന് വന്ന വീഴ്ചകൾ കൂടി പരിശോധിക്കണ്ടേ? ഒന്ന്, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായ ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല. കാരണം അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് ആ തരത്തിലുള്ള ഒരു പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കൈപ്പിടിയിലുള്ള സംഭവമൊന്നുമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നതും. അങ്ങനെ ആയിത്തീരേണ്ടതുമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വർഷങ്ങളോളം പഴക്കമുണ്ട്. അതിനകത്ത് താങ്കൾ ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തവും പലപ്പോഴും സംശയാസ്പദമായിട്ടുണ്ട് എന്നുള്ള സംശയമാണ്, എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. മാത്രമല്ല, നേരത്തെ തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ചില പ്രത്യേക മൊഴികൾ മാധ്യമങ്ങൾക്ക് തന്നെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന് തന്നെ ചോർത്തി കൊടുക്കുകയും അദ്ദേഹം അത് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെക്കുറിച്ച് വളരെ കൃത്യമായി അസ്വസ്ഥരാകുന്ന ചിലർ കേരളത്തിലുണ്ടായിരുന്നു. അത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ കേരളത്തിലെ ഭരണകക്ഷിയുടെ കസ്റ്റംസിനകത്തും കേന്ദ്രസേനയ്ക്കകത്തുമുള്ള ഫ്രാക്ഷൻ ആകാം. ആ തരത്തിലെ നടപടികളും അങ്ങനെയെങ്കിൽ ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ, ഈ സ്വർണം 20 തവണ കടത്തിയല്ലോ, 20-ാം തവണയാണല്ലോ പിടിച്ചത്. ഈ 19 തവണ കടത്തിയപ്പോഴും അത് കടത്താൻ ഒത്താശ ചെയ്തതാരാണ്? അത് ഏത് പാർട്ടിയുടെ ഫ്രാക്ഷൻ ആയിരിക്കും കസ്റ്റംസിലെ? അല്ല, അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടൊരു സ്ഥിരം സംവിധാനം തന്നെ ആകണം എന്നും നമുക്ക് അക്കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം വർഷങ്ങളായി കേരളം തുറന്നു വരുന്ന കേരളത്തിലെ ആ തരത്തിലുണ്ടായിരുന്ന ചില വളർച്ചകളൊക്കെ നമുക്ക് അത്തരം സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു മുൻവിധിയോടെ നമ്മൾ അതിനെ സമീപിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരായാലും ശരി, നമുക്കുണ്ടായിരിക്കുന്ന ചില സംശയങ്ങൾ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിലുണ്ടായ ചില മൊഴികൾ ചില പ്രത്യേക താല്പര്യത്തോടെ അടർത്തിയെടുത്ത് കേരളത്തിലെ ഭരണകൂടത്തിന്റെ കൂടി ഭാഗമായ ആളുകളുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ചോർത്തി കൊടുക്കാൻ കാണിച്ച താല്പര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ അന്വേഷണ ഏജൻസികൾക്കിടയിൽ പോലും ഈ തരത്തിലുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതിന് അനുബന്ധമായി ബലം നൽകുന്നതാണ് രണ്ടാമത് സരിതയുടെ പുറത്തു വന്നത്. കേന്ദ്ര ഏജൻസിയെ നമുക്ക് സംശയിക്കാം. നേരത്തെ ബഹുമാനപ്പെട്ട ഇത് ചൂണ്ടിക്കാണിച്ച മാതിരി ഇത് കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇ ഡിയോ കസ്റ്റംസോ ആണ് സ്വപ്നയെ കൊണ്ട് ഇങ്ങനെ ഒരു പൊഴി പറയിപ്പിച്ച് അത് വിതരണം ചെയ്തതെങ്കിൽ അതിനെക്കുറിച്ച് കേരള പോലീസ് കൃത്യമായ ദൃഷ്ടിയോടെ അന്വേഷിക്കേണ്ടത്, സത്യസന്ധമായി അന്വേഷിക്കേണ്ടേ. എന്തിനാണ് അന്വേഷണത്തെ പോലും ഭയക്കുകയും അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നത്? പലപ്പോഴും അന്വേഷണത്തെ CPM ഭയക്കുന്നുവോ? പെരിയ കേസിലായാലും ഇത്തരം സംഭവങ്ങളിൽ. അപ്പോൾ സത്യമറിയാനുള്ള ജനങ്ങളുടെ ധാർമ്മികമായ അവകാശമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിൽ പലപ്പോഴും സംസ്ഥാന ഭരണകൂടത്തിന്റെ പങ്ക് സംശയാസ്പദമാണ്. ആ സംശയമാണ് ഇവിടെ ബലപ്പെടുത്തുന്നത്. അതുതന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഉന്നതരായ പല ആളുകൾക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും ചില പങ്കുകൾ ഉണ്ടോ എന്ന് ഈ വെപ്രാളം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
അതുകൊണ്ട് ഇതൊക്കെ സത്യമാവുകയോ ആവാതിരിക്കുകയോ ചെയ്യട്ടെ, ഇത് ബഹുജനങ്ങൾക്കിടയിലുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആശയക്കുഴപ്പം നമുക്ക് തീർക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യവും സത്യസന്ധവും സുതാര്യവുമായ അന്വേഷണം നടക്കണം. അത് ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന വാശി പിടിക്കുന്നതിനപ്പുറത്തേക്ക് അത് പഴുതടച്ചായിരിക്കണം. അതിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല, നേരെ മറിച്ച് ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടാനും പാടില്ല എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ചാണ് CPM-ന് സംസ്ഥാന ഭരണകൂടത്തിന് എല്ലാം ആക്ഷേപം കൂടുതലുള്ള, മറ്റ് അന്വേഷണ ഏജൻസികളെ കുറിച്ചല്ല. കൂടുതലായി അവർ ആശങ്കപ്പെടുന്നത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാകുമോ എന്ന് ആശങ്കപ്പെടുന്നത് ED-യെ കുറിച്ചാണ്. എന്ന് മാത്രമല്ല, കസ്റ്റംസ് ഒരു ഘട്ടത്തിൽ ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണത്തിൽ നിഷ്ക്രിയരായി ഒരു ഐഡിൽ സ്റ്റേറ്റിലേക്ക് പോയൊരു സമയമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അവർ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ വിദേശത്തുള്ള പ്രതികളെ തിരികെ കിട്ടാതെ ഇവർക്ക് കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കേസന്വേഷണം മുന്നോട്ട് പോകാത്തൊരു അവസരമുണ്ടായിരുന്നു. അപ്പോഴാണ് ED-യുടെ രംഗപ്രവേശം. ED ആകട്ടെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കുറെ കൂടി മുന്നോട്ട് അഗ്രസീവായി പോവുകയാണ് ഉണ്ടായത്. അതായത് ED കണ്ടെത്തിയ ചില തെളിവുകൾ, ED-യാണ് ആദ്യമായി ശിവശങ്കറും സ്വപ്നയും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിന്റെ സയന്റിഫിക് എവിഡൻസ് കോടതിയിൽ ഹാജരാക്കുന്നത് സീൽ വെച്ച കവറിൽ. അപ്പോൾ അത്തരം ചില തെളിവുകൾ കസ്റ്റംസിനേക്കാൾ മുമ്പേ ED കൊടുക്കുന്നു. കസ്റ്റംസ് കുറെ കൂടി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്തുകൊണ്ട് പറയുന്നു, ED പറയുന്നു. അപ്പോൾ ED-യുടെ ഈ ഒരു അമിതോത്സാഹം സ്വാഭാവികമായും അവരിൽ ആശങ്കയുണ്ടാക്കില്ലേ CPM-നും സംസ്ഥാന ഭരണകൂടത്തിനും? അല്ല, കസ്റ്റംസിന്റെ അന്വേഷണ പരിധി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ സംബന്ധിച്ചാണ്. അത് കസ്റ്റംസ് എടുത്ത നിലപാട് വളരെ ശരിയാണ്. കാരണം അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘം, പ്രത്യേകിച്ചും UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് അറ്റാഷെയും കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കേസിൽ ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിന്റെ നിജസ്ഥിതി അറിയണമെന്നുണ്ടെങ്കിൽ KT റമീസ്, അറ്റാഷെ, കോൺസുലേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ളവരുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്കത് കഴിയൂ. അത് കസ്റ്റംസ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ അറ്റാഷയെ ചോദ്യം ചെയ്യാൻ UAE ഗവൺമെന്റ്, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. KT റമീസ് ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പിന്നീടുള്ളത് കോൺസുലേറ്റ് ജനറലാണ്. അവിടെ തന്നെയുള്ള സ്റ്റാഫുകൾ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കസ്റ്റംസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പരിമിതമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് ശരിയാണ്, വളരെ ശരിയാണ്. വേണോ വേണ്ടയോ എന്നുള്ളത് വേറൊരു പ്രശ്നം. സീമാതീതമായിട്ടുള്ള അധികാരാവകാശങ്ങളുള്ള ഒരു കേന്ദ്ര ഏജൻസിയാണ്. പലപ്പോഴും അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ല എന്നൊന്നുമുള്ള വാദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇവിടത്തെ പ്രശ്നം എന്താണ്? ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റംസ് കണ്ടെത്തിയതിൽ നിന്ന്, അല്ലെങ്കിൽ NIA ആദ്യം കണ്ടെത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരൊരു കാര്യം പറഞ്ഞു. NIA ആദ്യം കണ്ടെത്തിയത് എന്താണ്? സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ലഭിച്ച പ്രതിഫലമാണ് എന്നാണ് NIA-യുടെ കണ്ടെത്തൽ. എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഇലക്ട്രോണിക് എവിഡൻസിന്റെയും അതുപോലെ വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് എവിഡൻസിന്റെ പിൻബലത്തോടുകൂടി അവർ കണ്ടെത്തി ഈ ലോക്കറിലിരുന്ന് 64-36 ലക്ഷം രൂപ, 1 കോടി രൂപ 2 ബാങ്കുകളിൽ ലോക്കറുകളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്ന പണം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കറപ്ഷന്റെ ഭാഗമായി കിട്ടിയതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയ കാര്യം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഏജൻസികൾ കണ്ടെത്തിയ കാര്യം പിന്നീട് ഇപ്പോ കേരളത്തിലെ വിജിലൻസ് പോലീസും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ മെറിറ്റിന്റെ അടിസ്ഥാനം, അവർ ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുക, അവർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ പിഴവുകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുക. അങ്ങനെ ഒരു മെറ്റീരിയൽ പിഴവ് ചൂണ്ടിക്കാണിക്കാതെ, മെറ്റീരിയലായി അവരുടെ ഭാഗത്തുള്ള വീഴ്ച ചൂണ്ടിക്കാണിക്കാതെ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പൊതുവൽക്കരിച്ചുകൊണ്ട് പറയുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഇപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓരോ കേസിലും എടുക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാം. ഇപ്പൊ CBI സംബന്ധിച്ചുള്ള ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ CBI പുറത്തു നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഒരുപാട് പ്രശ്നം, ഞാൻ ആ മറ്റ് ഇഷ്യൂസിൽ എന്തൊക്കെയൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. അപ്പൊ ഓരോ അന്വേഷണ ഏജൻസിയുടെയും സ്കോപ്പ്, അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് വിഭിന്നമാണ്. ഇതെല്ലാം ആരാണ്? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയല്ലേ വിവിധ കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ കോർഡിനേറ്റഡ് മെക്കാനിസത്തിലൂടെ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്ന് ജൂലൈ മാസം 8-ാം തീയതി കേന്ദ്ര ഗവൺമെന്റ് കത്തയച്ചത്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളാണ് കേന്ദ്രാന്വേഷണ ഏജൻസികൾ. അവർ വന്ന് നടത്തുന്ന അന്വേഷണം CPM-നെ അലോസരപ്പെടുത്തുമ്പോൾ അതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് യുക്തിസഹമാണ് എന്ന് പറയാൻ കഴിയില്ല. രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കൺവിൻസിംഗ് ആയി ബോധ്യപ്പെടുത്തിയാൽ
തീർച്ചയായിട്ടും നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും, രാഷ്ട്രീയ പ്രേരിതമാണ്. അതാണ് ഞാൻ ശ്രീ പ്രേമേന്ദ്രൻ, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളിൽ വളരെ സംശുദ്ധമായ ആക്ഷേപങ്ങളൊന്നും ഉണ്ടാകാത്ത ഏതെങ്കിലും ഒരു അന്വേഷണം ഉണ്ടോ? അവരൊരു കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ കോടതി പിന്നീട് എന്താണ് ചെയ്തിട്ടുള്ളത്? അവരൊരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണ്ടേ? ട്രാക്ക് റെക്കോർഡിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയാം, ഏറ്റവും ബെസ്റ്റ് കൺവിക്ഷൻ റേറ്റുള്ള ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെത്. കാരണം അതിനവർ പറയുന്ന ന്യായീകരണം 15-16 കേസുകളാണ് വിധിയായിട്ടുള്ളത്, അതിൽ 14-15 കേസുകൾ കൺവിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൺവിക്ഷൻ റേറ്റ് എന്ന് പറയുന്നതാണ് നിങ്ങൾ വാദം ഉന്നയിക്കുന്നതെങ്കിൽ അതിൽ ഇഡിയുടെ മെച്ചമാണ്. പക്ഷെ അതല്ല ഉന്നയിക്കേണ്ട വാദം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അകാരണമായി പലപ്പോഴും റെയ്ഡ് നടത്താറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന്റെ ഭാഗമായി പൊതുസമൂഹത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ റെയ്ഡ് നടത്തി പൊതുസമൂഹത്തിന് മുന്നിൽ അധിക്ഷേപിക്കാൻ വേണ്ടി പലപ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഭരണകൂടം വിനിയോഗിക്കാറുണ്ട്. ഇവിടെ വിജിലൻസ് കേരളത്തിലും ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റും അത് ചെയ്യുന്നുണ്ട്, വിജിലൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഗവൺമെന്റുകളും അവരുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. അതിൽ കേന്ദ്ര ഗവൺമെന്റ് 1-ാം സ്ഥാനത്താണ്. പ്രത്യേകിച്ചും അതിന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീമാതീതമായ അധികാരമുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് മുഴുവൻ കേസായി പലപ്പോഴും കോടതി മുമ്പാകെ വരുന്നില്ല. റെയ്ഡിൽ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ കണ്ടെത്താത്തത് കൊണ്ട് റെയ്ഡ് നടന്നതിന് ശേഷം പലപ്പോഴും അവർ കേസ് ചാർജ് ചെയ്യാറില്ല. അതിന്റെ അർത്ഥം കൺവിക്ഷൻ റേറ്റിൽ മോശമാണ് എന്നുള്ളതല്ല, ഫയൽ ചെയ്യപ്പെടുന്ന കേസുകളിൽ, വിധി പ്രഖ്യാപിക്കപ്പെടുന്ന കേസുകളിൽ എത്ര ശിക്ഷിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കൺവിക്ഷൻ റേറ്റ്. അങ്ങനെയാണ് കൺവിക്ഷൻ റേറ്റ് നോക്കുന്നെങ്കിൽ NIA കൺവിക്ഷൻ റേറ്റ് ഏറ്റവും മെച്ചമാണ്. അവർക്കും ഏതാണ്ട് 93%-ഓ 95% ആണ്. കാരണം എന്താ? ബർഡൻ ഓഫ് പ്രൂഫ്. അതുകൊണ്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാത്രമല്ല, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞ വിശുദ്ധ പശുവാണോ? അല്ലല്ലോ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ പൊളിറ്റിക്കലായിട്ട് ദുരുപയോഗം ചെയ്തിട്ടില്ലേ? ഇപ്പൊ CPM നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ച് കാര്യമായിട്ട് പ്രതികരിക്കുന്നില്ലല്ലോ കേരളത്തിൽ. ഈ NIA ദുരുപയോഗം ചെയ്തിട്ടുള്ള എത്രയോ കേസുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയാം. അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ ആകെ, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയാലും, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗ സ്ഥലത്തായതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളോടൊപ്പം ചേരാൻ കഴിയായിരുന്നത്. ശ്രീ VPP മുസ്തഫ, ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ED ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇതിൽ സ്വർണ്ണക്കടത്തിനോടനുബന്ധിച്ച ഡോളർ കടത്ത് കേസിൽ വൻ സ്രാവുകൾക്ക് പങ്കുണ്ട്, അവരുടെ കയ്യിലെ ആയുധങ്ങളാവുകയായിരുന്നു സ്വപ്നയും സരിത്തും എന്ന് സൂചിപ്പിക്കുന്ന ഒരു പരാമർശം M ശിവശങ്കറിന്റെ കസ്റ്റഡി ഉത്തരവിൽ കോടതി നടത്തിയതിന്റെ തൊട്ടുടനെയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ഒരു വാദം നിങ്ങൾക്കുണ്ടോ? CPIM അങ്ങനെ ഒരു വാദവും ഇതുവരെ ഉയർത്തിയിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും സ്വർണ്ണക്കള്ളക്കടത്തുമായി ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫ്ലാഗ്ഷിപ്പായി മാറിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് സ്തംഭിപ്പിക്കുന്ന വിധത്തിലുള്ള അന്വേഷണം നടത്തിയതിനെയാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് ആക്ഷേപിച്ചിട്ടുള്ളതും വിമർശിച്ചിട്ടുള്ളതും. എന്നാൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെയോ അതുമായി നേരിട്ട് ബന്ധമുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളെയോ ഇന്നേ വരെ സംസ്ഥാന ഗവൺമെന്റോ അതിന് നേതൃത്വം നൽകുന്ന CPIMോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ വിമർശിച്ചിട്ടില്ല. അതായത് VPP മുസ്തഫ, CM രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിന് പിന്നിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ദുരുദ്ദേശം ഇടിക്കില്ല. ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിലുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളോട് അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. CM രവീന്ദ്രനെ മാത്രമല്ല, ഏത് രവീന്ദ്രനെ ചോദ്യം ചെയ്യുന്നതിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതെങ്കിലും തരത്തിൽ അതിനെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഞങ്ങൾക്കതൊരു പ്രശ്നവുമല്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ ആരെയും ചോദ്യം ചെയ്യാമെന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പല ഘട്ടങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്റെ ഓഫീസിലേക്ക് കൂടി അന്വേഷണം വരേണ്ടതുണ്ടെങ്കിൽ വരട്ടെ എന്ന് തന്നെ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിപ്പോ ആക്ഷേപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിലയിരുത്താൻ ശ്രമിക്കുന്ന പോലെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടം വന്നപ്പോൾ CM രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വന്നതല്ലല്ലോ. ഇങ്ങനെ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 2 മാസത്തിലധികമായില്ലേ? മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രവീന്ദ്രനെ ചോദ്യം ചെയ്യുമെന്നുള്ളത് 2 മാസത്തിലധികമായിട്ടുള്ളതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ടം എത്തിയത് ഇപ്പോൾ ഒരാഴ്ചയായിട്ടാണ്. അതുകൊണ്ട് അതും ഇതും കണക്ട് ചെയ്തിട്ട് എന്തോ ഒരു സംഭവമാണ് എന്ന് കാണേണ്ടതില്ല. അങ്ങനെയുള്ള അന്വേഷണത്തിന്റെ രീതികൾ നേരത്തെ തന്നെ
മാധ്യമങ്ങൾ പുറത്ത് പറഞ്ഞിട്ടുള്ള വിഷയമാണ്. അത് പിന്നെ ആ നിലയിൽ തന്നെ CPIയും ഗവൺമെന്റും എടുത്തിട്ടുള്ളതുമാണ്. ശ്രീ VPP മുസ്തഫ, ഈ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തതിന് മുന്നോടിയായി ED ചില റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട്. ചില സുപ്രധാന തെളിവുകൾ ഈ ചോദ്യം ചെയ്യൽ വൈകിയതോടുകൂടി അവർക്ക് റെയ്ഡിനുള്ള സാവകാശം കിട്ടിയിട്ടുണ്ട്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ ആവശ്യമായ ചില സൂചനകൾ ലഭിക്കുന്ന തെളിവുകൾ അവർ അതിൽ ശേഖരിച്ചു. അത്തരം വിവരങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, M ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുവെങ്കിൽ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നിയമനമാണ്, ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ CPM-കാരായ ഭരണകർത്താക്കളുടെ പേഴ്സണൽ സ്റ്റാഫിൽ ദശാബ്ദങ്ങളായുള്ള ആളുമാണ്. അങ്ങനെ ഒരാളെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ED ചോദ്യം ചെയ്യുന്നു എന്ന് വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഉത്തരം പറയേണ്ട ഒരു ബാധ്യതയും നിങ്ങൾക്കില്ല എന്നാണോ? അത് ആരെയും ചോദ്യം ചെയ്യട്ടെ, എന്റെ ഓഫീസിനെ ആരെയും പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഈ ചോദ്യം നിങ്ങൾ ഒരു മാസം മുമ്പ് എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഈ CM രവീന്ദ്രനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നല്ലോ. അന്ന് മുഖ്യമന്ത്രി അക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം നേരത്തെ തന്നെ CPIM-ന്റെ തിരുവനന്തപുരത്തുള്ള പാർലമെന്ററി പാർട്ടി ഓഫീസ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ ചുമതലക്കാരനായി പ്രവർത്തിച്ചിരുന്ന കാലം തൊട്ട് തന്നെ താങ്കൾ ഇവിടെ വിശദീകരിച്ചതുപോലെ CPIM നേതാക്കളുമായിട്ടും പാർട്ടിയുടെ സംവിധാനങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അത് ഇപ്പൊ താങ്കൾ പറയുമ്പോൾ പുറത്തായി വന്നിട്ടുള്ള വിവരമല്ല. ഈ വിവരം CPIM നേതാക്കളുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം, CPIM അദ്ദേഹത്തിനുള്ള ബന്ധം നേരത്തെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് തന്നെയുള്ള വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ നേരിട്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശരി, ശ്രീ ജയേന്ദ്രൻ മാസ്റ്റർ കേട്ടല്ലോ ഈ VPP മുസ്തഫ പറയുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടോ അതിന് അനുബന്ധ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഏത് അന്വേഷണ ഏജൻസി ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് അന്വേഷിക്കണമില്ല, അതുമാകട്ടെ അതിലൊന്നും ഒരു പ്രശ്നവും CPM-നില്ല, അതൊന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം ഞങ്ങൾക്കില്ല എന്നാണ്. അതായത് ഇത്തരം അന്വേഷണത്തെ അവർ ഒരർത്ഥത്തിലും എതിർക്കുകയോ അതിൽ ആശങ്ക ഉയർത്തുകയോ ചെയ്യുന്നില്ല. പകരം സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് അനാവശ്യമായി കേന്ദ്ര ഏജൻസികൾ കൈകടത്തുന്നു, അതേക്കുറിച്ച് തെറ്റായ ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു അത്തരം അന്വേഷണങ്ങളിലൂടെ. അതിനെയാണ് രാഷ്ട്രീയ പ്രേരിതം വിളിക്കുന്നത് എന്നാണ് VPP മുസ്തഫയുടെ അഭിപ്രായം. അല്ല, ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളുണ്ടല്ലോ. ഈ എല്ലാ പദ്ധതികളിലേക്കും കേന്ദ്ര ഏജൻസികൾ ആ തരത്തിൽ കടന്നു കയറുന്നുമില്ലല്ലോ. മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായ ചില ഫോൺ സംഭാഷണങ്ങൾ, ആ സമയവുമായി സ്വപ്ന അറസ്റ്റ് ചെയ്ത ദിവസവും അതിനുശേഷം അതിന് തൊട്ടുമുമ്പും ഇത്തരത്തിൽ സംഭവബഹുലമായ വിവരങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലുണ്ടായ ഫോൺ സന്ദേശങ്ങൾ സ്വപ്നയും സരിത്തും നൽകിയ മൊഴികളെ ബലപ്പെടുത്തിയതുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ അങ്ങോട്ടേക്ക് കടന്നത്. ഇപ്പൊ സ്വപ്നയോ സരിത്തോ ഒരു കാര്യം പറഞ്ഞു എന്നതുകൊണ്ട് ഒരു പ്രതിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയിൽ അവർ പല രൂപത്തിലും വഴിതെറ്റിക്കാനും രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ടാകാം. പക്ഷെ കേന്ദ്ര ഏജൻസികൾ ശ്രമിച്ചത് ഈ തരത്തിൽ ലഭിച്ച മൊഴികൾ, അതിന്റെ സാധുത, ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞമായി ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെളിവുകൾ പരിശോധിക്കൽ, അന്വേഷിക്കൽ, ഇതൊക്കെയാണ്. ഇവിടെ എവിടെയാണ് കാരണം നമ്മൾ പറയുന്നത് 3-4 വിഷയങ്ങളിലേക്കാണ് സത്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തുന്നത്. ഒന്ന്, ലൈഫ് മിഷൻ. അതിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ് നേരത്തെ വ്യക്തമാക്കി. അത് നമ്മുടെ ഇവിടെ കണ്ടെത്തിയ ഒരു പണത്തെക്കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. ഇനി അന്വേഷണ ഏജൻസി എവിടെയാണ് ലൈഫ് മിഷൻ പദ്ധതി നിർത്തണമെന്ന് പറഞ്ഞോ, K-ഫോൺ പദ്ധതി നിർത്തണമെന്ന് പറഞ്ഞോ? ആകെ എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഇതിന്റെ പുറകിലുണ്ടായ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ലൈഫ് മിഷന്റെ ഭൂമി ഏറ്റെടുക്കൽ, അതിന്റെ പദ്ധതികളുടെ നടത്തിപ്പ്, ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും പരിശോധിക്കാൻ വേണം. ലൈഫ് മിഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളൊക്കെ നടക്കട്ടെ. പക്ഷെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് വടക്കാഞ്ചേരിയിൽ വർഷങ്ങളായി അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പാവപ്പെട്ടവന് വീട് നൽകണമെന്ന പേരിൽ പോലും വലിയ ചില തട്ടിപ്പ് നടന്നിരിക്കുന്നു. പിന്നീട് K-ഫോൺ നമുക്കറിയാം, കേരളത്തിലെ ആളുകൾക്ക് നൽകുന്നതിൽ തെറ്റുമില്ല. പക്ഷെ വിഷയം എവിടെയാണ്? ഇത് അന്വേഷണം എത്തിയപ്പോൾ അറിയുന്നത് കേരള വിദ്യുത് ശക്തി റെഗുലേറ്ററി അതോറിറ്റി തന്നെ ഇതിന്റെ വിജയത്തെക്കുറിച്ചും ഇതിന്റെ സാധുതയെക്കുറിച്ചും വലിയ ആശങ്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സർക്കാരിന്റെ, കേരള സംസ്ഥാന സർക്കാരിന്റെ ഇതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഏജൻസികൾ തന്നെ ഇതിനകത്തുണ്ടാക്കിയിട്ടുണ്ട്. ഇനി പറയുന്നത് എന്താ? K-ഫോൺ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാനുള്ളതാണ്. ഞാൻ VP മുസ്തഫയോട് ചോദിക്കുന്നത്, എത്ര ശതമാനം ജോലി പൂർത്തിയാക്കിയിട്ടുണ്ട് ആ പദ്ധതിയെക്കുറിച്ച്? ഇനി ഇത് കുത്തകൾക്കെതിരാണ് എന്നുള്ള വാദത്തിനും വല്ല കഴമ്പുമുണ്ടോ? ആരാണ് നിങ്ങളുടെ സർവീസ് പ്രൊവൈഡർ? ഇനി അതൊക്കെ നമുക്ക് മറക്കാം. ഇതിനകത്തുള്ള 7 ഡയറക്ടർമാരിൽ ആദ്യത്തെ പേര് ശിവശങ്കരൻ നമ്പ്യാരുടേതാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിനിയോഗത്തെക്കുറിച്ചും സ്വപ്നയും സരിത്തും
കോടതിയിൽ ഉൾപ്പെടെ നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസി പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു മൊഴി കോടതിയിൽ നൽകി അതിന്റെ സാധുത പരിശോധിക്കാൻ അന്വേഷണ ഏജൻസി ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ നാളെ കോടതിയിൽ പ്രതിഭാഗം വക്കീൽ എന്താണ് അവരെ നേരിടുന്നുണ്ടാവുക? അതുകൊണ്ട് അന്വേഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണ്. അത് യഥാർത്ഥത്തിൽ അന്വേഷണം സത്യസന്ധമല്ലാത്ത ഒരു അന്വേഷണത്തിലും ഒരു ഏജൻസിക്കും ഒരാളെയും പ്രതിയാക്കി സാധിക്കില്ല എന്ന് വ്യക്തമാണ്. ശരി, ഞാൻ കെ പ്രേമത്തിലേക്ക് വരാം. അതിനുമുമ്പ് VP മുസ്തഫ, ഈ സ്വപ്ന സുരേഷിന്റേതായി ഒരു ശബ്ദരേഖ പുറത്തു വന്നല്ലോ. ഈ അന്വേഷണ ഏജൻസികൾ തനിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു, സംസ്ഥാന ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവർക്കെതിരെ മൊഴി നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നു. അതേ തുടർന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഈ രഹസ്യമൊഴിയെക്കുറിച്ചുള്ള കോടതി പരാമർശം ഉണ്ടാകുന്നത്. ഡോളർ കടത്ത് കേസിൽ വൻ സ്രാവുകളുണ്ട് എന്ന്. വൻ സ്രാവുകളുണ്ട് എന്ന് പറയുക മാത്രമല്ല, അവർ അവരുടെ പവിത്രമായ അധികാരത്തെ ദുരുപയോഗം ചെയ്തു. അവരുടെ പേരുകൾ ഇപ്പോൾ അതിന് രഹസ്യാത്മകത ഉദ്ദേശിച്ച് പുറത്തുവിടുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ആ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ. അതായത് ഇതിൽ കൂടുതൽ ഉന്നതരായ ആരൊക്കെ ഉണ്ട് എന്ന് സ്വപ്നയും സരിത്തും മൊഴി നൽകിയിരിക്കുന്നു കോടതി. കസ്റ്റംസിനാണ് മൊഴി നൽകിയിരിക്കുന്നത്. ആ മൊഴി അന്വേഷണ ഏജൻസികൾ സമ്മർദ്ദം ചെലുത്തി ഉണ്ടാക്കിയതാണെന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. ഇവിടെ രണ്ട് ചോദ്യം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി സംസ്ഥാന ഭരണകൂടത്തിനെതിരെ മൊഴി നൽകാൻ ഈ സ്വപ്നയും സരിത്തിനെയും ഇവർ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അന്വേഷണ ഏജൻസികൾ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതമല്ലേ? അങ്ങനെയെങ്കിൽ ആ ശബ്ദ സന്ദേശത്തിന്റെ ഉറവിടം അതെവിടെ വെച്ച് റെക്കോർഡ് ചെയ്യപ്പെട്ടു, അതിന്റെ ഓതന്റിസിറ്റി എന്താണ് എന്ന അന്വേഷണം എവിടെയായി? ആ അന്വേഷണം തുടരുന്നുണ്ടോ? അത് ജനങ്ങൾ അറിയണ്ടേ? ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ സാധുത പരിശോധിക്കണം, അതാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിന്റെ നിഴലിലേക്ക് വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴികളുടെ സാധുത തന്നെ എന്താണ്? എന്നിട്ട് വേണ്ടേ ആ പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളുടെ സാധുത പരിശോധിക്കാൻ? ഈ മൊഴികളെ കുറിച്ച് തന്നെ എന്താണ് സാധുത? ഇവിടെ അന്വേഷണ ഏജൻസികൾക്ക് വിവിധ ഘട്ടങ്ങളിലായിട്ട്, ഒരു ഏജൻസി അല്ലല്ലോ, വിവിധ ഏജൻസികൾ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും എല്ലാം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ മുമ്പാകെ ഇവർ പല സന്ദർഭങ്ങളിൽ നൽകിയിട്ടുള്ള മൊഴികൾ പല തരത്തിലാണല്ലോ. അതിന്റെ വൈരുദ്ധ്യങ്ങൾ കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചില്ലേ? ശിവശങ്കറിന്റെ ജാമ്യാർജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചത് എന്താ? EDയുടെ വാദം ED തന്നെ നേരത്തെ നൽകിയിട്ടുള്ള പല കാര്യങ്ങൾക്കും എതിരായിട്ട് വരുന്നതാണ് എന്ന പരാമർശം കോടതിയിൽ നിന്ന് തന്നെ ഉണ്ടായില്ലേ? അതുകൊണ്ട് ഇത്തരം മൊഴികളുടെ തന്നെ സാധുത പരിശോധിക്കപ്പെടണം. എന്നിട്ട് വേണ്ടേ ആ മൊഴികളിലെ സൂചന വെച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റിന് നേരെ വരുന്നത്? അപ്പൊ അവിടെയാണ് ഈ മൊഴികൾ ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലാണ് എന്ന് സംശയിക്കുന്നത്. ആ പ്രതികളുടെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ, ലൈഫ് മിഷനെയും K-ഫോണിനെയും എല്ലാം കുറിച്ച് അന്വേഷിക്കാനാണ് വരുന്നതെങ്കിൽ ആ മൊഴികളിലുള്ള വിപുലമായ ബന്ധങ്ങളെ കുറിച്ച് അന്വേഷണം പോകാത്തതിന്റെ ഒരു ദിവസം നമ്മുടെ മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഇല്ല കേട്ടോ, ചില മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഈ കേസിൽ മറ്റൊരു പ്രതിയാണല്ലോ, കൂട്ടുപ്രതിയാണല്ലോ KT റമീസ്. ആ KT റമീസ് കൊടുത്ത മൊഴിയിൽ എനിക്ക് ഡൽഹിയിൽ ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡൽഹിയിലെ ഉന്നത ബന്ധങ്ങൾ എന്തായാലും ഇടതുപക്ഷക്കാരല്ലല്ലോ. ഡൽഹിയിലുള്ള ഉന്നത ബന്ധങ്ങൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടതല്ലേ? ഇവിടെ വി മുരളീധരന്റെ പ്രസ്താവനകൾ, വി മുരളീധരന്റെ ഇടപെടലുകൾ, ദുബായിൽ നടന്ന പരിപാടിയിൽ BJPയുടെ ഒരു നേതാവിനെ, വനിതാ നേതാവിനെ ആരുമറിയാതെ അദ്ദേഹം കൊണ്ടുപോയി ഇരുത്തിയത്, ഏതെല്ലാം തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു, ഏതെല്ലാം തരത്തിലുള്ള തെളിവുകൾ വന്നു. ഏതെങ്കിലും ദിശയിൽ വി മുരളീധരനെതിരെ അന്വേഷണം EDയും കസ്റ്റംസും ഒക്കെ നീക്കുന്നുണ്ടോ? ഇവിടെ അനിൽ നമ്പ്യാർ ജനം TVയുടെ RSSന്റെ മലയാളം ചാനലായ ജനം TVയുടെ കോടതി, അദ്ദേഹം ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയി. പക്ഷെ ഒരു തവണ ചോദ്യം ചെയ്തതിനപ്പുറത്ത് എന്തുകൊണ്ട് അനിൽ നമ്പ്യാരുടെ പുറകെ അന്വേഷണം പോകുന്നില്ല? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം ഈ അനിൽ നമ്പ്യാർക്കെതിരായ പരാമർശവും സ്വപ്നയുടെ ഒരു മൊഴി പകർപ്പായിരുന്നു. ആ മൊഴിയായിരുന്നു. സ്വപ്നയുടെ മൊഴി നിങ്ങൾക്ക് എതിരാകുമ്പോൾ നിങ്ങൾ അതിനെ സംശയത്തോടെ കാണുന്നു. അതേസമയം അനിൽ നമ്പ്യാരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്രത്തെ കുറിച്ചാകുമ്പോൾ അത് വിശ്വസനീയമാകുന്നു എന്നാണോ? ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു വന്നത് എന്താ, ഇവിടെ EDയും കസ്റ്റംസും എല്ലാം സംസ്ഥാന ഗവൺമെന്റിനെതിരെ ഈ വിഷയത്തിൽ നടത്തുന്ന അന്വേഷണം എല്ലാം പവിത്രമാണ്, അതെല്ലാം വളരെ കൃത്യവും ശുദ്ധവുമാണ്. എന്നാൽ EDയെ കുറിച്ചിട്ട് മറ്റു തരത്തിൽ പറയുമ്പോൾ അത് ഞങ്ങൾ മാർക്സിസ്റ്റുകാർ, ഇടതുപക്ഷക്കാർ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രേരിത ആരോപണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാ ഉള്ളത്?
ഈ പ്രതികളുടെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എങ്കിൽ DPP മുസ്തഫ, കേന്ദ്ര ഏജൻസികൾ ഈ പ്രതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമ്മർദ്ദമുണ്ട്, ആ സമ്മർദ്ദം ചെലുത്തിയാണ് ഇവർ മൊഴിയെടുക്കുന്നത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനില്ലേ? സ്വപ്നയുടെ പുറത്തു വന്ന ശബ്ദരേഖയുടെ ഒതന്റിസിറ്റിയെ കുറിച്ചുള്ള അന്വേഷണം എന്തായി? അതെന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാത്തത്? അല്ല, അതിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്താണ് ഉള്ളത്. അതുകൊണ്ട് അതിന്റെ ദൈനംദിന കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷെ ഏതായാലും അതിന്റെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ശരി, VP പുസ്തകം ഞാൻ വരാം. ശ്രീ NK പ്രേമേന്ദ്രൻ, അതല്ലേ ഏറ്റവും നല്ല മാർഗം? സംസ്ഥാന സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണവും അതുപോലെ പ്രതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി മൊഴിയെടുപ്പും ഉണ്ടെങ്കിൽ ആ ശബ്ദരേഖ സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കുകയല്ലേ സംസ്ഥാന സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും നല്ല വഴി? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് ശ്രീ മുസ്തഫ ഈ ചർച്ചയിൽ വരുന്നതിന് മുമ്പ് സൂചിപ്പിച്ച കാര്യമാണ്. കാരണം സ്വപ്ന സുരേഷിന്റെ മൊഴി വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു മൊഴിയല്ലേ? മൊഴിയുടെ കണ്ടന്റാണ് ഞാൻ പറയുന്നത്. ആ മൊഴിയുടെ ഉള്ളടക്കം ശരിയാണെങ്കിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു എന്ന വിഷയം തെളിയിക്കാൻ വളരെ എളുപ്പമാണല്ലോ. കോടതിയിൽ തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് പോകാം. അപ്പോൾ ആ കാര്യത്തിൽ ആ ശബ്ദരേഖയെ സംബന്ധിച്ച്, ശബ്ദ സന്ദേശത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നിലച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയിൽ DGP ഇത്തരം കാര്യത്തെ സംബന്ധിച്ച് രേഖാമൂലം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൊടുത്തിട്ടും അന്വേഷണത്തിന് വിസമ്മതിക്കുന്ന നിലപാടാണ് കേരള പോലീസിന്റെ ലോ ആൻഡ് ഓർഡർ DGP ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ അന്വേഷണം നടത്തി അതിന്റെ ജെന്യുവിനെസിനെ സംബന്ധിച്ച് പരിശോധിക്കാത്തത്? അത് ജെന്യുവിനാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ വെപ്പണല്ലേ അത്? മാത്രവുമല്ല, ഈ സംഭവം വന്ന ഉടനെ തന്നെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമൊക്കെ സ്വപ്ന സുരേഷിന്റെ ശബ്ദ സന്ദേശത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് ആരോപിക്കുന്നവർ അതിന്റെ ഒരു വെറാസിറ്റിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയത്തിന്റെ മുൾമുന സംസ്ഥാന ഗവൺമെന്റിലേക്കും CPM-ലേക്കും വരും. ഒന്ന്. രണ്ട്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ കേന്ദ്രാന്വേഷണ ഏജൻസികൾക്ക് എതിരല്ല എന്ന ബഹുമാനപ്പെട്ട മുസ്തഫയുടെ വാദത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതുവരെ നടന്നിട്ടുള്ള മുഴുവൻ ചർച്ചകളിലും ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം കേന്ദ്രാന്വേഷണ ഏജൻസികൾക്കെതിരായി, CNAG-ക്കെതിരായി, എല്ലാ അന്വേഷണ ഏജൻസികൾക്കെതിരായി പരസ്യമായ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് 2 സമരം സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ നടത്തി. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് അട്ടിമറിക്കുന്നത്? സ്വാഭാവികമായിരിക്കും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, ഒരു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസം മുമ്പൊക്കെ അങ്ങനെ അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായി രാഷ്ട്രീയമായി പ്രതികരിക്കും. എന്റെ ഒരു ചോദ്യം ഇതാണ്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി കസ്റ്റംസ് ആണല്ലോ. കസ്റ്റംസ് ഇത് അന്വേഷിക്കുക മാത്രമല്ല, ഇതിന്റെ വരവും പോക്കുമൊക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു ഏജൻസിയാണല്ലോ. അവരുടെ മനസ്സറിവില്ലാതെ, അല്ലെങ്കിൽ അവരിലെ ചില ഉദ്യോഗസ്ഥരുടെ എങ്കിലും മനസ്സറിവില്ലാതെ ഈ സ്വർണ്ണക്കടത്ത് നടക്കില്ല, തിരിച്ച് ഡോളർ കടത്തും, റിവേഴ്സ് ഹവാലയും നടക്കില്ല എന്ന് ഉറപ്പാണ്. എന്തുകൊണ്ടാണ് കസ്റ്റംസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ നേതാക്കളിലേക്കൊന്നും അന്വേഷണം പോകാത്തതിനെ കുറിച്ച് താങ്കളെ പോലുള്ളവർക്ക് ഒരു വേവലാതിയും ഇല്ലാത്തത്? എന്തൊരു അർദ്ധരഹിതമായിട്ടുള്ള ചോദ്യമാണ് താങ്കൾ എന്നെക്കുറിച്ച് എൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എൻ്റെ നിലപാടായി ചിത്രീകരിക്കുന്നത്. ഞാൻ തുടക്കം മുതൽ പറഞ്ഞതാണല്ലോ, കേന്ദ്ര ഉന്നതാധികാര കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടും, സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടും. വളരെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടല്ലേ ഞാൻ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? അവിടെ എൻ്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം, ആരും അസ്വസ്ഥരാകുന്നില്ല, ഇപ്പുറത്താരും അസ്വസ്ഥരാകുന്നില്ല, ഇപ്പുറത്താരും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നില്ല. ഇവിടെ അസ്വസ്ഥതയും അസഹിഷ്ണുതയും പ്രകടിപ്പിക്കുന്നത് ആരാ? അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് CPM ആണ്. അവരാണ് പ്രത്യക്ഷമായ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നത്. അവരാണ് ഇത്തരത്തിലുള്ള അവരുടെ നടപടികൾ ദുരൂഹതയിലേക്കും സംശയത്തിലേക്കും വിരൽ ചൂണ്ടുന്നത്. ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞ് ഞാൻ പൂർത്തീകരിക്കാൻ കഴിയാതെ ഭോഗം പറഞ്ഞാൽ ഈ കാര്യം സാധൂകരിക്കപ്പെടും, സ്ഥിരീകരിക്കാൻ കഴിയും. കാരണം എന്താണ്? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് വിജിലൻസ് അന്വേഷിച്ചപ്പോഴും അഴിമതി കണ്ടെത്തിയല്ലോ. നിങ്ങൾ കേന്ദ്രാന്വേഷണ ഏജൻസിയുടെ ഭാഗമായി പുറത്തു വന്ന വിവരത്തെ സംബന്ധിച്ച് സംസ്ഥാന പോലീസിന്റെ വിജിലൻസ് അന്വേഷിച്ചപ്പോഴും ഏതാണ്ട് സമാന സ്വഭാവത്തിൽ തന്നെ അഴിമതി ഉണ്ട് എന്ന് കണ്ടെത്തി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേന്ദ്രാന്വേഷണ ഏജൻസി ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറോട് വാട്സ്ആപ്പ് ചാറ്റിന്റെ പകർപ്പ് ചോദിച്ചിരിക്കുന്നു, കൊടുക്കാൻ കോടതി ഉത്തരവിട്ടു.
അപ്പം നിങ്ങൾ കേന്ദ്രാന്വേഷണ ഏജൻസിക്കെതിരായി സമരം ചെയ്യുമ്പോൾ കേന്ദ്രാന്വേഷണ ഏജൻസി ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നു എന്ന് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതേ കേന്ദ്രാന്വേഷണ ഏജൻസിയിൽ നിന്ന് തെളിവ് വാങ്ങാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ കൊടുക്കുന്നു, അത് കോടതി അനുവദിക്കുന്നു. നിങ്ങളും സ്ഥിരീകരിക്കുന്നു, വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണത്തിലും തെളിയുന്നു അഴിമതി നടന്നു എന്ന്. നിങ്ങൾ ഇതുപോലെ തന്നെ സമാന സ്വഭാവത്തിലുള്ളതല്ലേ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കൺസൾട്ടിംഗ് കമ്പനിയെ കേരളത്തിന്റെ ഈ പറയുന്ന വിവാദ പദ്ധതികളിലെല്ലാം കൺസൾട്ടന്റായി നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമൊക്കെ ന്യായീകരിച്ചവർ തന്നെ ഇപ്പോൾ ആ PWCയെ കാലാവധി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നീട് കാലാവധി ദീർഘിപ്പിച്ചു കൊടുത്തില്ല. അതുപോലെ സ്പ്രിംഗ്ലറുമായി ഈ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലും ന്യായീകരിച്ചവർ തന്നെ പിന്നീട് ആ ന്യായീകരിച്ചവർ തന്നെ തെറ്റ് പലപ്പോഴും തിരുത്തുന്നു നമ്മൾ കണ്ടല്ലോ. കേന്ദ്രാന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം. ശരി, ശ്രീ VPP മുസ്തഫ, ഇവിടെ വീഴ്ചകൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ വീഴ്ചകളിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നൊരൊറ്റ വാക്ക് മറുപടിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ല. കാരണം ഇതിനെല്ലാം ഉത്തരം പറയേണ്ടയാൾ മുഖ്യമന്ത്രിയാണ്. ഈ വീഴ്ചകളെല്ലാം ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലെ ക്രമക്കേട് ഉൾപ്പെടെ വിജിലൻസ് കണ്ടുപിടിക്കുന്നു അതിൽ അഴിമതിയുണ്ടെന്ന്. അപ്പോൾ ഈ വീഴ്ചകളൊക്കെ സംഭവിച്ചു, അതിൽ ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കട്ടെ. അതിപ്പോൾ എന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആകട്ടെ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകട്ടെ, ആരുമാകട്ടെ, ഇനി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പറ്റിയും എന്തൊക്കെയോ ആക്ഷേപങ്ങൾ ഉയരുന്നു. അപ്പോൾ ഇവരൊക്കെ ആകട്ടെ, അവരൊക്കെ വെള്ളം കുടിക്കട്ടെ, ഞാൻ സംശുദ്ധനാണ് എന്നൊരൊറ്റ വാദം മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ? ഇതേ ചോദ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും നിങ്ങൾ ഉന്നയിച്ചതാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ ഉൾപ്പെട്ടപ്പോൾ അവർ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളാണ്. സ്വാഭാവികമായും പ്രതിപക്ഷം നിങ്ങൾ ആക്രമിക്കും. അതിൽ അസ്വസ്ഥപ്പെടേണ്ട കാര്യം എന്താണ് ശ്രീ VPP മുസ്തഫ? നിങ്ങള് ഒന്ന് ഈ സമീകരണം തന്നെ ശരിയല്ല. കാരണം ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയോ മിനിഞ്ഞാന്നാളോ പഴയ സോളാർ കേസിലെ പീഡനത്തിന് ഇരയാക്കപ്പെട്ടയാൾ പരാതിക്കാരി നിങ്ങളിപ്പോ സൂചിപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പരസ്യമായി വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫ് ചെയ്ത ഏതെങ്കിലും കാര്യത്തിന്റെ പേരിൽ മാത്രമല്ല ഉമ്മൻചാണ്ടി ആരോപണ വിധേയനായിട്ടിരിക്കുന്നത്. ഞങ്ങളത് ഏതെങ്കിലും തരത്തിൽ പറയുകയല്ല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയും മിനിഞ്ഞാന്നും താങ്കളുടെ ചാനൽ ഉൾപ്പെടെ ആ പരാതിക്കാരിയുടെ പ്രസ്താവന വലിയ നിലയിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അവര് പറയുന്നത് ഉമ്മൻചാണ്ടിയെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു, സമയവും സ്ഥലവും ഉൾപ്പെടെ ഞാൻ പറയാം എന്നെ ചൂഷണം ചെയ്തതിൻ്റെത് എന്നാണ്. അതുകൊണ്ട് നേരിട്ട് തന്നെ മുൻ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആക്ഷേപമാണ്, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആക്ഷേപമാണ് ആ പരാതിക്കാരിയിൽ നിന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അത് പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് അതും ഇതും വെച്ചിട്ട് സമീകരണം നടത്താൻ എല്ലാ മുഖ്യമന്ത്രിയും ഒരുപോലെ തന്നെ, എല്ലാ പാർട്ടിയും ഒരുപോലെ, എല്ലാ ഭരണവും ഒരുപോലെ എന്ന് വരുത്താൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നത്. രണ്ട്, ഇവിടെ ഇപ്പോ ഉള്ള വിഷയം എന്താ, ഞങ്ങള് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളാകെ വളരെ സംശുദ്ധമാണ്, അവരൊന്നും ഒരു രാഷ്ട്രീയ ഇടപെടലും ഇല്ലാത്തതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായ വിമർശനങ്ങൾ ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ട് തന്നെ, സംസ്ഥാന തലത്തിലും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും കേരളത്തിലെ ഒരു എയർപോർട്ടിൽ വെച്ച്, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള എയർപോർട്ടിൽ വെച്ച് നടന്ന ഒരു സ്വർണ്ണക്കള്ളക്കടത്ത്, അതുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ കേന്ദ്ര ഭരണകക്ഷിയുടെ ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആരോപണം ഉന്നയിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത്, രാജ്യാന്തര ബന്ധമുള്ള കാര്യങ്ങൾ അതെല്ലാം പുറത്തു വരണം. ആ നിലപാട് മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഭരണകക്ഷിയും സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വന്ന ആളുകൾ ആ അന്വേഷണത്തെ പിന്നെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവിടെ മന്ദീഭവിപ്പിക്കുകയും പ്രതികൾ നൽകിയ മൊഴികൾ എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങളെ സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് വല്ലാത്ത നിലയിൽ ആ അന്വേഷണം വഴിമാറിപ്പോവുകയും ചെയ്ത സമയത്താണ് ഞങ്ങൾ ഈ നേരത്തെ ശ്രീ പ്രേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒന്നോ രണ്ടോ ഞങ്ങളുടേതായ ക്യാമ്പയിനുകൾ ആളുകളുടെ മുന്നിൽ ഞങ്ങളുടെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രേമചന്ദ്രൻ ഉൾപ്പെടുന്ന വലതുപക്ഷം കാണിച്ചത് എന്താ? നമ്മൾ കണ്ടതല്ലേ ഈ കോവിഡ് കാലത്ത്, അതും ആ മഴക്കാലത്ത് ഉൾപ്പെടെ എത്ര ഹീനമായ സമരാഭാസങ്ങളാണ് നടത്തിയത്. മന്ത്രിമാർ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ മന്ത്രിമാർ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് സ്വന്തം വീട്ടിനകത്തും പുറത്തും സമരം നടത്തിയ UDFന്റെ 2 MLA-മാർ ഇപ്പൊ അഴിമതി കേസിൽ ജയിലിൽ കിടക്കുകയാണ്. അവരാണ് എന്നിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചിട്ട് 2 കാലിലും പുഴുത്തു മാറിയ മന്ദുമായി നടക്കുന്ന ആളുകളാണ് ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഈ കൊതുക് കുത്തുന്ന പോലെ കുത്തിയിട്ട് ഒരു നീരുണ്ടാക്കിയിട്ട് സംസ്ഥാന ഗവൺമെന്റിനെതിരെ എന്തോ വലിയ അഴിമതി ആരോപണങ്ങൾ, ഇവിടെ സംസ്ഥാനമാകെ വലിയ അഴിമതി കടലിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അത് പറയാൻ വേണ്ടി, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു ക്യാമ്പയിനെ എങ്ങനെയാണ് വലിയ പ്രക്ഷോഭമായിട്ട്, ഏജൻസികൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് കാണുക?
നിങ്ങൾ നടത്തിയ തുടർച്ചയായിട്ട് എത്ര ദിവസങ്ങളിൽ ഈ കേരളം കണ്ടിരുന്നു ആ സമരങ്ങൾ, എത്ര ഹീനമായ സമര ആഭാസങ്ങളായിരുന്നു അന്ന് ശരി നടത്തിയത്. ശരി എന്റെ അപ്പോൾ ഈ വാദങ്ങൾ നിങ്ങൾ തുടരാത്തത് മുഖ്യമന്ത്രിയുടെ അപ്പൊ ഓഫീസിലേക്ക് വരുന്ന വളരെ അന്വേഷണം കൃത്യമാണ് നമ്മുടെ മുന്നിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരുന്ന അന്വേഷണം പോലും രാഷ്ട്രീയമായി നിങ്ങളെ പരിഭ്രമിക്കുന്നില്ല എന്നാണ് വി പി മുസ്തഫ പറയുന്നത്. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, ഇത് തുറന്ന ഒരു സമീപനമല്ലേ? വളരെ തുറന്ന സമീപനം. തങ്ങൾക്കെതിരായ രാഷ്ട്രീയമായ നീക്കങ്ങളെ തുറന്നു കാണിക്കുന്നു, അതേസമയം അന്വേഷണത്തോട് സഹകരിക്കുന്നു. പിന്നെ വളരെ തുറന്ന സമീപനം, വളരെ ഓപ്പൺ നിലപാടല്ലേ സ്വീകരിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം എപ്പോഴെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് CPM-മായി ബന്ധപ്പെട്ടപ്പോൾ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഏറ്റവും ശക്തമായി പ്രതികരിച്ചവർ ഇപ്പോൾ പറയുന്ന ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യാം. അന്വേഷണ ഏജൻസികൾക്കെതിരായ യുദ്ധം പ്രഖ്യാപിച്ചവർ, പിന്നെ വലതുപക്ഷത്തിന്റെ ആഭാസ സമരം, പിന്നെ ഈ ഇടതുപക്ഷം എന്ന പേരും പറഞ്ഞു തീവ്ര വലതുപക്ഷ പിന്തിരിപ്പൻ നയങ്ങൾ നടപ്പാക്കുന്ന പാർട്ടി ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള സമരങ്ങളെ സംബന്ധിച്ച് ആഭാസം എന്നൊന്നും ഞാൻ വിളിക്കുന്നില്ല. ആ സമരങ്ങളുടെയൊക്കെ സ്ഥിതി എണ്ണി അത്തരം രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. സോറി ശ്രീ പ്രേമേന്ദ്രൻ, സമയം അവസാനിച്ചുകൊണ്ടാണ്. വളരെ നന്ദി. പോകുന്നില്ല, അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ കുറെ കൂടിയൊക്കെ വളരെ നന്ദി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ, വി പി മുസ്തഫ, ജയചന്ദ്രൻ മാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചവരുടെ വേണം.